ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ ഈ ഒരു ഇലയും ഇതിൻ്റെ ഈ ഒരു കുരുവും കൂടെ അല്ലെങ്കിൽ അരിയും കൂടെ സമൂലം അരച്ച് ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചെടി വീട്ടിലുണ്ടെങ്കിൽ മഞ്ഞപ്പിത്തം മുതൽ 100 അസുഖങ്ങൾ വരെ നമുക്കില്ലാതെയാക്കാം. കീഴാർനെല്ലി എന്ന് പറയുന്ന ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാത്തവർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ചെറിയ വീഡിയോ നമ്മൾ ചെയ്തത്. അന്നേരം കീഴാർനെല്ലിയുടെ ഏറ്റവും വലിയ ഗുണം, അതായത് പണ്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ മഞ്ഞപ്പിത്തം എന്ന അസുഖം ഉണ്ടല്ലോ. നമുക്കറിയാം മഞ്ഞപ്പിത്തം ഏറ്റവും കൂടുതൽ വന്നു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു രോഗം തന്നെയാണ്. അപ്പം അന്നേ കാലത്ത് പണ്ട് കാലത്ത് മഞ്ഞപ്പിത്തത്തിനെ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിയിരുന്ന ഒരു ഔഷധ ഗുണമുള്ള സസ്യമാണ് നമ്മുടെ ഈ കീഴാർനെല്ലി എന്ന് പറയുന്നത്. കീഴാർനെല്ലിയെ ലേഹ്യം വെച്ച് കുടിക്കുകയും അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ തിളവെച്ച് കുടിക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് പേരുടെ ഈ ഒരു മഞ്ഞപ്പിത്തം ഇപ്പോഴും ആയുർവേദ ഡോക്ടർമാർ മാറ്റിയെടുക്കുന്നുണ്ട്. മഞ്ഞപ്പിത്തത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഫിലാന്തിൻ, ഹൈപ്പോഫിലാന്തിൻ എന്ന് പറയുന്ന എന്നീ 2 ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സസ്യം തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ കീഴാർനെല്ലി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മഞ്ഞപ്പിത്തത്തെ കൂടുതലായിട്ടും ഇത് പിടിച്ചു നിർത്താൻ കാരണം. അതുപോലെ തന്നെ കീഴാർനെല്ലിക്ക് പറഞ്ഞു വരുന്ന മറ്റൊരു ഔഷധ ഗുണമാണ് നമ്മുടെ ഈ ഒരു വയറുവേദന ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ വേദന. ഈ ഒരു ആർത്തവ വേദന വളരെ നന്നായിട്ട് തന്നെ കുറച്ചെടുക്കാനും അല്ലെങ്കിൽ വയറുവേദന കുറച്ചെടുക്കാനും പറ്റിയ ഒരു അത്ഭുത മരുന്ന് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന കീഴാർനെല്ലി എന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടാവില്ല, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ അരി ഊറ്റുന്ന ആ ഒരു വെള്ളം, കഞ്ഞിവെള്ളം. ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ ഈ ഒരു ഇലയും ഇതിൻ്റെ ഈ ഒരു കുരുവും കൂടെ അല്ലെങ്കിൽ അരിയും കൂടെ സമൂലം അരച്ച് ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വയറുവേദനയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു സ്ത്രീകൾക്കുണ്ടാകുന്ന നമ്മുടെ ഈ ഒരു ആർത്തവ വേദനയും നല്ല രീതിയിൽ തന്നെ കുറച്ചെടുക്കാൻ പറ്റുമെന്നാണ് പണ്ട് തൊട്ടേ പറയപ്പെടുന്നത്.